നാം ഓരോരുത്തരും പച്ചയായ മനുഷ്യരാണ്. പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വരാറുണ്ട്. ഈ അവസ്ഥകളിലെല്ലാം പല വാതിലുകളും നാം ചെന്ന് മുട്ടാറുണ്ട്. ഈ എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുമ്പോഴും അവസാനം നാം ചെന്ന് മുട്ടുന്നത് ഒരിക്കലും നമ്മുടെ മുമ്പിൽ അടക്കപ്പെടാത്ത, മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു വാതിലാകുന്ന അള്ളാഹു എന്ന അനന്തസാഗരമാകുന്ന അള്ളാഹുവിനോടുള്ള ദുആ എന്ന വാതിലിലേക്കാണ് നാം ചെന്നെത്തി നിൽക്കുന്നത്. ചോദിച്ചുകൊണ്ടേയിരിക്കുക. നൽകുന്നവൻ, നമുക്ക് നൽകേണ്ടവൻ നമുക്ക് നൽകുമെന്ന ഉറപ്പ് നമ്മുടെ കൽബിൽ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്നതായിരിക്കില്ല ലഭിക്കുന്നത്, അതിനേക്കാൾ ഹൈറുള്ള മികച്ചതായിരിക്കും അള്ളാഹു നമുക്ക് കാത്തു വച്ചിരിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധികളുടെ ആഴത്തിലേക്ക് നാം ചെന്നു പതിച്ചാലും അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. നാം ഓരോരുത്തരെയും അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന റബ്ബക്കും ഹയ്യിയുൻ കരീം. നിങ്ങളുടെ റബ്ബ് വളരെയധികം ലജ്ജയുള്ളവനും അതുപോലെ തന്നെ ഏറ്റവും വലിയ മാന്യനുമാണ്. യസ്തഹയി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി ഐ യറുദ്ദഹുമാ സിഫറ. ഒരടിമ അള്ളാഹുവിനോട് രണ്ട് കൈകളും ഉയർത്തി ദുആഇനെ ചെയ്താൽ അവൻ്റെ ദുആഇനെ സ്വീകരിക്കാതെ, ഒന്നും കൊടുക്കാതെ അവനെ മടക്കി അയക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ലജ്ജാവഹമാണെന്ന്, അതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദുആക്കുള്ള വലിയ ഉത്തരങ്ങൾ, വലിയ മറുപടി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വരാനുണ്ട്.